വിശദമായ വാർത്തകളിലേക്കാണ്. അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ആഹ്വാനം ചെയ്ത സംസ്ഥാന വ്യാപക ഹർത്താൽ ശക്തം. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തും പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. തിരുവനന്തപുരം തമ്പാനൂർ, നെടുമങ്ങാട്, കഴക്കൂട്ടം, കണിയാപുരം ഭാഗത്ത് KSRTC ബസ്സുകൾ തടഞ്ഞു. കാട്ടാക്കടയിൽ കടകൾ സമരാനുകൂലികൾ അടപ്പിച്ചു. കാട്ടാക്കടയിൽ പെട്രോൾ പമ്പും അടപ്പിച്ചു. ഇടുക്കി ജില്ലയിലും പലയിടങ്ങളിലും വാഹനങ്ങൾ പ്രവർത്തകർ തടയുന്നുണ്ട്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്നും പ്രദീപ് പാറശാല ചേരുന്നുണ്ട്. പ്രദീപ്, ഇപ്പോൾ പത്തനംതിട്ടയിലെ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? എന്തെങ്കിലും സംഘർഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലും ആഹ്വാനം ചെയ്ത ഹർത്താൽ ഇപ്പോൾ ശക്തമാവുകയാണ്. തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു എന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ശക്തമായ ഒരു ഹർത്താൽ തന്നെയാണ് ഇന്നത്തേത്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. യാത്രക്കാരൊക്കെ വലിയ ഒരു ദുരിതത്തിലാണ്. ഇത്തരത്തിൽ KSRTC ഉൾപ്പെടെയുള്ള ബസ്സുകൾ തടഞ്ഞുകൊണ്ടുള്ള ഈ ഒരു ഹർത്താലിൽ യാത്രക്കാരൊക്കെ വലിയൊരു ദുരന്തം അനുഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് നിന്ന് പ്രദീപ് പാറശാല നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, തലസ്ഥാന നഗരിയിൽ എന്താണ് നിലവിലെ സാഹചര്യം? എന്തെങ്കിലും സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? വിവരങ്ങൾ എങ്ങനെയാണ്? കഴിഞ്ഞ ദിവസം ആഹ്വാനം ചെയ്ത നിതിൻ രാജ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലും 52 ദളിത് സംഘടനകളുടെ സംയുക്തമായി നടത്തുന്ന സമരമാണ്, അല്ലെങ്കിൽ ഒരു ഹർത്താലാണ് രാവിലെ 6 മണി മുതൽ തന്നെ ആരംഭിച്ചത്. തലസ്ഥാനത്ത് വിവിധ പ്രദേശങ്ങളിൽ വലിയ തരത്തിലുള്ള ഒരു സംഘർഷം തന്നെ ഉണ്ടായിട്ടുണ്ടെന്നാണ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ബലം പ്രയോഗിച്ചുള്ള വാഹനം തടയൽ ഉണ്ടാകില്ല എന്നും കടകൾ അടപ്പിക്കില്ല എന്നുമായിരുന്നു സമരാനുകൂലികൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്ന് രാവിലെ തന്നെ തിരുവനന്തപുരം തമ്പാനൂരിൽ സമീപ പ്രദേശങ്ങളിലുള്ള കടകൾ ഇവർ നിർബന്ധിച്ച് അടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കൂടാതെ KSRTC യാത്രക്കാരുമായി എത്തിയ വാഹനങ്ങൾ തടഞ്ഞു. അത് ഒടുവിൽ പോലീസ് എത്തിയാണ് അവരെ മാറ്റുകയും ബസ്സിനെ തുടർ സർവീസിന് വേണ്ടി അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിലൊക്കെ ഉപരി കാട്ടാക്കടയിൽ പെട്രോൾ പമ്പ് അവിടെ അടപ്പിക്കുന്നു സമരാനുകൂലികൾ. ഇപ്പൊ നിലവിലും പാറശാലയിലും സമീപ പ്രദേശങ്ങളിലും വലിയ തരത്തിലുള്ള പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. ഈ സമയത്ത് വരുന്ന വാഹനങ്ങളെ ഈ അനുകൂലികൾ തടയുന്ന ഒരു സാഹചര്യമാണ്. ഇതിലൊക്കെ പുറമെ തിരുവനന്തപുരത്ത് നിന്ന് തമ്പാനിൽ നിന്ന് സെക്രട്ടേറിയറ്റിലോട്ട് ഈ ഒരു ശക്തി പ്രകടനം ഇപ്പൊ നടക്കുകയാണ്. സെക്രട്ടേറിയറ്റിലോട്ട് തുടങ്ങിയ ഒരു വലിയ തരത്തിലുള്ള ഒരു നീണ്ട നിര തന്നെ ഈ സമരാനുകൂലികൾ ഉൾപ്പെടെ ഇതിൽ അണിനിരക്കുന്നുണ്ട്. പക്ഷെ ആ സമയങ്ങളിൽ വാഹനം തടഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സമരാനുകൂലികളെ പോലീസ് അറസ്റ്റ് ചെയ്യും എന്നുള്ള കാര്യവും പോലീസിന്റെ ഭാഗത്ത് നിന്ന് സമരക്കാരെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള ഒരു ഹർത്താൽ തന്നെയാണ് തുടരുന്നത്. വരും മണിക്കൂറുകളിൽ എത്തരത്തിലാണ് ഈ ഒരു ഹർത്താൽ പോകുന്നു എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയണം. കാരണം രാവിലെ മുതൽ തന്നെ ഇവരെ പൂർണ്ണമായും യാത്രക്കാർ ഉൾപ്പെടെ വന്ന നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപത്ത് യാത്രക്കാരുമായി വന്ന ബസ്സിൽ തടയുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കുറ്റിച്ചിലിൽ ഇതേസമയം ജംഗ്ഷനിൽ തന്നെ വാഹനങ്ങൾ KSRTC ബസ്സിനെ തടഞ്ഞു. കൂടാതെ കാട്ടാക്കടയിലും കണിയാപുരത്തും നിലവിൽ കണിയാപുരത്തും കഴക്കൂട്ടം ഭാഗങ്ങളിലും ഇത്തരത്തിൽ വാഹനം തടയുന്നുണ്ട്. ശരി, വ്യക്തമാണ്. എന്തായാലും ഹർത്താൽ വലിയ രീതിയിൽ ശക്തമാകുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. തലസ്ഥാന നഗരിയിലും ഇപ്പോൾ ശക്തമായ രീതിയിൽ തന്നെ ഹർത്താൽ തുടരുന്നു എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത്. പത്തനംതിട്ടയിലും കൊല്ലത്തുമൊക്കെ സമാന രീതിയിൽ തന്നെ ഇത്തരത്തിൽ ഹർത്താൽ ശക്തമായി തുടരുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തമ്പാനൂർ, നെടുമങ്ങാട്, കഴക്കൂട്ടം, കണിയാപുരം ഭാഗത്തൊക്കെ വലിയ രീതിയിലുള്ള ഹർത്താലാണ് ശക്തമായി തന്നെ നിലനിൽക്കുന്നത്. KSRTC ബസ്സുകളൊക്കെ തടയുന്ന ഒരു സാഹചര്യമുണ്ട്. യാത്രക്കാരെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലായി ുള്ളത്. കാട്ടാക്കടയിൽ കടകൾ വരെ സമരാനുകൂലികൾ അടപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പെട്രോൾ പമ്പും അടപ്പിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിൽ ശക്തമാക്കുകയാണ് ഈ ഒരു ഇന്നത്തെ ഹർത്താൽ. രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. എന്തായാലും വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലുമാണ് ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. വളരെ വ്യാപകമായ ഹർത്താൽ തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് നടക്കുന്നത്. പല ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള വാഹനങ്ങൾ തടഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതിഷേധവും ഒരു ഹർത്താലിൻ്റെ സമരാനുകൂലികൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട്. എന്തായാലും പോലീസിനെയൊക്കെ സുരക്ഷയ്ക്കായി വിന്യസിപ്പിച്ചിട്ടുണ്ട്. പലയിടത്തും സംഘർഷമുണ്ടാകുന്ന ഒരു സാഹചര്യവും ഒക്കെ നിലവിലുണ്ട്.
എന്തായാലും പോലീസൊക്കെ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കും മറ്റുമായിട്ടൊക്കെ വലിയ രീതിയിൽ സുരക്ഷ സംസ്ഥാനമൊട്ടാകെ പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, ആശുപത്രിയിൽ പോകേണ്ട രോഗികൾക്കുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരുക്കിയിട്ടുള്ളതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ഹർത്താൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവിധ ദളിത് സംഘടനകളും നിതിൻ രാജ് ആക്ഷൻ കൗൺസിലുമാണ് ഈ ഒരു ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും പ്രദീപ് പാറശാലയാണ്.